പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. നമ്മളൊരു ലഗേജ് കൊണ്ടുപോയി 2 ലഗേജ് കൊണ്ടുപോയിട്ടുണ്ട്. അല്ല ഇജ്ജ് കൊടുക്ക കൊണ്ടാക്കാൻ വരിക. ഓക്കെ എന്നാ പുറപ്പെടാം. അപ്പൊ ഞങ്ങൾ യാത്ര പെട്ടെന്ന് ഇറങ്ങിയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചക്കരക്കൊക്കെ പറയണം, എന്തേ പറയണ്ടോ? പോയി വരാം. നിങ്ങളെങ്ങനെ പോണേ? നിങ്ങളില്ലേ? നിങ്ങൾ പോരില്ലേ? എത്ത് മനുഷ്യന്മാരാ ഞങ്ങള്. ഇത് 2 മണിന്ന് പറഞ്ഞ സമയം വൈകിട്ടോ. നിങ്ങളെ പറ്റില്ല, പഞ്ചായത്തി ഇല്ല. കോർഡിനേറ്റർ ബജ എവിടെ? ഏതാ ടീ? ഇന്റെ കാനുണ്ടോ? എനിക്ക് പറയാ അറല്ലമ്മണേ കയറ്റിനെടുത്തില്ല. അടക്കല്ലേ ലഗേജ് ആക്കി ഞാൻ അടിച്ചടിച്ചു. ഞാൻ ഫുള്ളെടുത്തോണ്ടേ കാരം. എൻ്റെ കുട്ടി ബാഗ് കയ്യിലോ? അത് ഉള്ളിൽ വെച്ചു. അവൻ്റെ കുട്ടി ബാഗ് ഉള്ളിൽ വെച്ചില്ലേ? സെറ്റായില്ലേ? എന്താണ് ആ കോർഡിനേറ്റർ കാത്തുനിന്നൊക്കെ വരുന്നുണ്ടോ? ഇത്ര നേരമായിട്ട് എങ്ങനെ കാത്തുക്കണേ? സാറല്ലേ എന്താ പറഞ്ഞ ബാക്കി വരെ ഫാൻസിയാക്കോ? അപ്പൊ നമ്മള് കൊണ്ടാക്കാനായിട്ട് നമ്മള് കൊച്ചുമലയിൽ എത്തിയിട്ടുണ്ട്. നമ്മള് നേരെ കോഴിക്കോട്ട് ഉടനെ അവിടെ നിന്ന് പിന്നെ നേരെ റെയിൽവേ. അപ്പൊ ഞങ്ങള് വരാം. സാറേ ശരി എന്നാ, താങ്ക് യുടാ. ഏതായാലും കുട്ടികളെ അപ്പൊ നമ്മള് റെയിൽവേയിൽ എത്തിക്കണം. അപ്പൊ നമ്മളെ പർച്ചേസിങ്ങിന്റെ സാധനം എടുക്കാൻ പോകും. സാധനം എടുക്കാൻ പറ്റും. പാഞ്ഞ് കളിക്കാം. അവിടെ ട്രെയിനിൽ എത്തിയിരുന്നു. ഫുൾ ഓട്ടം മാത്രമേ ഉള്ളൂ. അതിന് പറഞ്ഞ വെറുതെ ഓടിപ്പിച്ചാണ്ടെന്ന് പറഞ്ഞത്. മണേശേ ട്രെയിൻ ഇങ്ങനെ കാത്തിട്ടാണ്. ലഗേജ് ഇവിടെ ഉണ്ട്, ചക്കരക്ക് ഇവിടെ ഉണ്ട്, എല്ലാ ചെക്കന്മാരോടെ ഉണ്ട്. നമ്മൾ ട്രെയിൻ വരോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തിക്കാണ്. ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ നാട്ടിൽ നിന്ന് നേരെ കോഴിക്കോട് റെയിൽവേയിലെത്തി. റെയിൽവേ നേരെ മംഗലാപുരം എത്തിയിട്ട് ഞാൻ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, മംഗലാപുരത്തേക്ക് പോകണം. ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്.